ഗൈസ്, വെൽക്കം ബാക്ക് ടു കെപി വ്ളോഗ്സ്. അപ്പം ഇന്ന് സൺഡേ. അപ്പം ഇന്ന് ഞാൻ ഡാൻസ് ക്ലാസ്സിന് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നലെ ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയില്ല. അപ്പം ഇന്ന് കുറച്ച് പേരുടെയൊക്കെ ചലങ്കയിട്ടാണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് ചെല്ലും. അപ്പോൾ അവിടെ ഭയങ്കര ആഡംബരമൊക്കെയാണ്. ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം സാറൊക്കെയാണെങ്കിൽ ഭയങ്കര തിരക്കിലാണ്. ഇന്നപ്പോൾ ചെലങ്കേട്ടല്ലേ എല്ലാവരുടെയും, അതുകൊണ്ടാണ്. ചേച്ചിമാരൊക്കെ പൂവൊക്കെ എരിയുന്നുണ്ട്. കുറേ പൂക്കളുണ്ട്. എൻ്റെ അപ്പുറത്ത് തേങ്ങയൊക്കെ കണ്ടോ. അതിന് നമ്മളുടെ ചെലങ്കെട്ടിൻ്റെ അവിടെ എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ്. നല്ലതായിരുന്നു. എനിക്കിങ്ങനെ ആവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചെലങ്കെട്ടിൻ്റെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കുന്ന സംഭവം. നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും തരും. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്. പിന്നെ സാറങ്ങാണ്ട് വെള്ളം എടുത്തോണ്ട് വന്ന് സാറിൻ്റെ ഏതോ ഒരു ഗുരുവിൻ്റെ ഇരിക്കെ കൊണ്ട് ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഫാൻ ഓഫാക്കി എല്ലാവരോടും തിരി എടുത്ത് പോട്ടില്ലേ ഗൈസ്. കണ്ട് സാറാണെങ്കിൽ വേഗം ആ തിരി അവിടെ വെച്ചു. വലിയതുണ്ട്, അതും വേറേതും ഉണ്ട്. വലുത് അതിൻ്റെ വേറേതുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക് ടൈം ആയി. ഇന്ന് ബ്രേക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ബ്രേക്ക് കൊണ്ടുവന്നാണ് ഗൈസ് മുന്നോട് പ്രത്യേകം പറഞ്ഞ. പക്ഷെ എനിക്കിന്ന് ബ്രേക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ രാവിലെ ഞാനൊന്നും കഴിച്ചില്ലേ. അപ്പോൾ ആ ബ്രേക്ക് ഞാൻ എടുത്ത് കഴിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് കുറേ പൂവൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ ചെയ്തു. പിന്നെ സാറാണെങ്കിൽ എന്തോ ഒരു വിനാഗിരി പോലത്തെ ഒരു സാധനം എടുത്ത് അതിനകത്ത് ചോദിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും മാറിയൊക്കെ എടുക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ അവിടെ ഇരുന്ന് ചിരിച്ചു ഗൈസ്. ഞങ്ങൾ വിചാരിച്ചു സാറ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഒരു പ്രാവശ്യം പോയി. ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ സൺഡേ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. നല്ല രസമാണ് കേട്ടോ ഇവരുടെ കൂടെ ഒക്കെ കളിക്കും. പിന്നെ ഞാൻ വിചാരിച്ച് നല്ലപോലെ രസമൊന്നുമില്ലെന്ന്. ഇനി ഇതാണ് ഞങ്ങളുടെ മറ്റേ വലിയ ചേച്ചിമാർ ഇരട്ട പിള്ളേരാണ് കേട്ടോ. രണ്ട് ഇരട്ട പിള്ളേരുണ്ട്. പിന്നെ വൈകിയും വേദയും കന്ഹ ചേച്ചിയും ദീപന ചേച്ചിയും. പിന്നെ സാറ് വിളക്ക് 2 സ്ഥലത്തും കത്തിച്ച് വെച്ചു. പിന്നെ ഇരിക്കുന്നുണ്ടോ, അത് 4 പേരുടെ ചെലങ്കയാണ് ഗൈസ്. നല്ല രസമാണ് കളിക്കാൻ. എൻ്റെ കയ്യിലും ഉണ്ട് ചെലങ്ക. ഞാൻ ഇതിൻ്റെ ചെലങ്കയായിട്ടൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ അവിടെ പോയി നിന്നാൽ. കൂട്ടുകാരോടൊക്കെ കഴിക്കാം. പിന്നെ സാറ് ഭയങ്കര തിരക്കിലാണ് ഗൈസ്. പിന്നെ നമ്മൾക്ക് സാറിനോട് എന്തെങ്കിലും ചോദിക്കാൻ പോലും പറ്റത്തില്ല. അന്നത്തെ ദിവസം സാറിന് ഭയങ്കര ധൃതിയാണ്. ബാക്കിയുള്ള ദിവസമൊന്നും സാറിന് സമാധാനമുള്ള. പിന്നെ എല്ലാ ചേച്ചിമാരുടെ കയ്യിലുമൊക്കെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം ചേച്ചിമാരൊക്കെ ദക്ഷിണയൊക്കെ കൊടുക്കാൻ വന്നു. പിന്നെ സാറാണെങ്കിൽ അവരുടെ ചേച്ചിമാരുടെയൊക്കെ അമ്മമാരൊക്കെ പൈസയൊക്കെ കൊടുത്ത് 500 രൂപയാണ് കേട്ടോ വേണ്ടത്. അത് ഭയങ്കര നഷ്ടമാണ്. ഏതും കുഴപ്പമില്ല. പിന്നെ ചേച്ചിമാർക്കൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് അവരുടെ അമ്മയുടെ കയ്യിൽ. എന്നിട്ട് ആ ചേച്ചിയാണെങ്കിൽ അമ്മയുടെ കല്ല് തൊഴുതിട്ട് ആ ഫ്രൂട്ട്സൊക്കെ കയ്യിൽ വാങ്ങിച്ച് നടന്നു പോയി. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ വന്നു. ശരിക്കും അവിടെ അമ്മയാണോന്ന് എനിക്കറിയത്തില്ല. വേറെ ഏതോ ഒരു ചേച്ചി, അവരുടെ മാമി എങ്ങാണ്ടായിരിക്കും ഇതിനെ കൊണ്ടുപോയിട്ടതല്ല, എനിക്കറിയത്തില്ല. ഇതായിരിക്കും അവിടെ അമ്മ. അപ്പോൾ പൈസ ആ ചേച്ചി ആക്കിയും കൊടുത്തു. നല്ലതായിരുന്നു. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി ഗൈസ് സ്കൂളിൽ. പിന്നെ ആ കൊച്ചു വച്ചായിരുന്നു ഗൈസ്. കയ്യിലൊന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല. അതാണ് എൻ്റെ ഫ്രണ്ട്. സാറ് കൈ പിടിപ്പിച്ചോണ്ട് പോവായിരുന്നു. അക്ഷൻ്റെ തലയിലും ഉണ്ട് മുല്ലപ്പൂ. പിന്നെ അതിനകത്തിലും ഉണ്ട് മുല്ലപ്പൂ. പിന്നെ ഇതൊരു കുഞ്ഞി കൊച്ചാണ്. അന്ന് അമ്മയുടെ കാലിൽ തൊഴുതാ പറഞ്ഞപ്പോൾ സാറിൻ്റെ കാലിലാണെന്ന് പറഞ്ഞറിയാതെ കൊച്ചു തൊടാൻ പോയപ്പോൾ അമ്മയുടെ കാലിലാന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ആ കൊച്ചിൻ്റെ കയ്യിലും സാർ കൊടുത്തു. അപ്പോഴാണെങ്കിൽ പിന്നെ ആ കൊച്ചു വാങ്ങിച്ചു. ആ കൊച്ചതായതുകൊണ്ട് സാറ് ആ കൊച്ചിനെയും പിടിച്ചു. നല്ല വെയിറ്റുള്ള സാധനമാണ്. പിടിച്ചാൽ ഇന്ന് താഴെ വീണ് അപ്പം തന്നെ ആ സാധനം പൊട്ടി താഴെ പോകും. പിന്നെ
പിന്നെ അവരുടെ അമ്മമാര് പുറകിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് അതവിടെ വെക്കണം. വെച്ചിട്ട് നമുക്ക് പൂ എറിയണം ഗായ്സ്. പൂ എറിയാനായിട്ട് പിന്നെ ദക്ഷിണ ഉണ്ട്. ദക്ഷിണ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് സാറിൻ്റെ കൈ കൊടുത്ത് സാറിന് തൊട്ട് എഴുതാലേ മതി. ഒക്കെ തീർന്നു. അപ്പം ആ കാര്യമൊക്കെ തീർന്നു. പിന്നെ ഒരു കൊച്ചാണ്, ഏതോ ചേച്ചിയാണ് ഗായ്സ് ഫസ്റ്റ് വന്നത്. അപ്പം ആ ചേച്ചി അതെല്ലാം മറ്റേ ആ വട്ടത്തിലെ പാത്രത്തിലെ കന്മഷിയും കണ്ണടിയും തേങ്ങയും ഒക്കെ എടുത്ത് ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് ആ പ്ലാറ്റത്തിൽ ഇരിക്കുന്നതെല്ലാം എടുത്ത് സാറിന് മുന്നിൽ കൊണ്ടുവച്ചു. അത് അവർക്ക് എടുത്തോണ്ട് പോകാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം പിന്നെ നമ്മളാണെങ്കിൽ ഒരു ചേച്ചി, വലിയൊരു ചേച്ചിയാണ് വന്നത് ഫസ്റ്റ് തന്നെ ചായം കേട്ടാൻ വന്നത്. അപ്പം ആ ചേച്ചി ഒരു 10ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പേര് എനിക്കറിയത്തില്ല ഗൈസ്. പുതിയതായിട്ട് വന്നതാണ്, 1 മാസമല്ല, ഞായറാഴ്ച വന്നതാണ് ചേച്ചി. പിന്നെ ഞങ്ങൾ ശനിയാഴ്ച കണ്ടു. പിന്നെ ആ ചേച്ചിയുടെ കല്ലിച്ചലങ്ക കിളികിലെന്ന് പറയുന്ന സൗണ്ടാണ്. പിന്നെ ഡാൻസ് ഒക്കെ കളിച്ചു. ആ നിൽക്കുന്ന ആ കുഞ്ഞു കൊച്ചിനെ കണ്ടോ? ആ കൊച്ചിന് ഡാൻസ് കളിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഡാൻസ് കളിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ നിങ്ങൾക്ക് കാണാം. ചേച്ചി 1ാമത്തെ ചെലങ്ക കെട്ടും. പിന്നെന്തോ ഒരു പൂന്ന് പറയുന്നൊരു സാധനമൊക്കെ ഇട്ടു ചിലവരൊക്കെ. എനിക്ക് അതിൻ്റെ പേരെന്തോന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ചേച്ചിയുടെ 2ാമത്തെ ചെലങ്കയാണോ എന്ന് അറിയത്തില്ല. ഞാൻ 2ാമത്തെ ചെലങ്ക കെട്ടാൻ പോവാണ്. ഇതാണ് കേട്ടോ ഞാൻ. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അവിടെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ പൂവൊക്കെ വെയിറ്റിറങ്ങി, ഞാനും ഇറങ്ങിയുണ്ടായിരുന്നു. എൻ്റെ തലയിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ തലയിലൊക്കെ, സാറിൻ്റെ തലയിൽ കുറേ വീഴുന്നതായിരുന്നു. എല്ലാവരും സാറിൻ്റെ തലയിലും ഒക്കെ ഇട്ടു. പിന്നെ ആ ചേച്ചിയുടെ തല കണ്ടോ ഗൈസ്? പിന്നെ സാറ് തന്നെ ആ ചേച്ചിയുടെ തലയിൽ ഒഴിച്ചു. മറ്റേ പറഞ്ഞില്ലേ ഒരു ചെറിയ കൊച്ച്, ആ കൊച്ചിൻ്റെ തല പോയിട്ടു. ഗൈസ്, എനിക്ക് ഇനി ഡാൻസിനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് ചെലങ്ക കെട്ടി കഴിയട്ടെ, നമുക്കപ്പോൾ സംസാരിക്കാം. പിന്നെ മറ്റേ കുഞ്ഞു കൊച്ചില്ലേ ഗൈസ്, ആ കൊച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. നമ്മളാ ചേച്ചി ഇതിനകത്ത് കാണുന്നില്ല ഗൈസ്. അപ്പം ആ ചേച്ചി എവിടാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അടുത്ത പാർട്ടി നോക്കാം. 3 പേരെ ഉള്ളായിരുന്നു, അല്ലെ 4 പേരുണ്ടായിരുന്നു ഗൈസ്. ചേച്ചിയെ കാണുന്നില്ല. ആ ചേച്ചി ഇവിടെ പോയെന്ന് തോന്നുന്നു. ആ ചേച്ചിയെ കാണില്ലായിരുന്നു. നമ്മുടെ ആ ചെലക്കെട്ടിനും ഒന്നും കണ്ടില്ല. നക്ഷത്ര ചേച്ചി, ആ ചേച്ചിയാണ് ഇപ്പോൾ ചെലം കെട്ടാനൊന്നും വന്ന് കാണില്ല. അല്ല, മറ്റേ ദക്ഷിണ കൊടുത്ത അമ്മമാർ കൈ വാങ്ങുന്ന ചേച്ചി ഇല്ലായിരുന്നു. ഈ ചെലം കെട്ടുമ്പോൾ കാണും, നമുക്ക് നോക്കാം. അപ്പം ഡാൻസ് തുടങ്ങി. ഏറ്റവും ലാസ്റ്റിക്കുന്നതാണ് ആ നക്ഷത്ര എന്ന് പറഞ്ഞ ചേച്ചി. പിന്നെ ഈ കുഞ്ഞു കൊച്ചില്ലേ, ആ കൊച്ചിന് നല്ലപോലെ കളിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ കൊച്ചൊന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കളിക്കാനുള്ള വേറെ ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കിക്കാണാം. അത് കണ്ടോ, ആ കൊച്ചിന് കളിക്കാൻ നല്ലപോലെ അറിയത്തില്ല. കണ്ടോ ഗായ്സ് കാണിക്കുന്നത് ആ കുഞ്ഞു കൊച്ച്? ആ കൊച്ചിന് നല്ലപോലെ കളിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് അതിപ്പോൾ വന്നതേ ഉള്ളൂ. ഒരു 2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ, 3, 2, 4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇതിനറിയാത്തത്. പിന്നെ കുറേ ആൾക്കാർക്ക് പൂവൊക്കെ കൊണ്ടു തന്നു ഞങ്ങളുടെ കയ്യിൽ. പുറകിൽ ഞങ്ങളെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇരിക്കണം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്നെ കാണാം നിങ്ങൾക്ക് പുറകിൽ കേട്ടോ ഗൈസ്. അപ്പം കുറേ മിനിറ്റ് ആയിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? അപ്പം ഇനി കുറച്ച് കളിയൊക്കെ ഉണ്ട് എൻ്റെ. കണ്ടോ ഗായ്സ്, ഞാനവിടെ വെള്ളറായും വെച്ചോണ്ടിരിക്കുന്നത്. ആ കൊച്ചിൻ്റെ മറ്റേ കുറച്ച് മീഡിയം സൈസുള്ള മറ്റേ കൊച്ചില്ലേ, ആ കൊച്ചാണെങ്കിൽ അവിടെ കിടന്ന് ചിരിക്കുകയാണ്. ആ കൊച്ച് തന്നെ കളിച്ചിട്ട് ആ കൊച്ച് ചിരിക്കുന്നു. പിന്നെ എല്ലാവരും കൈകുപ്പിയിലെ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു.
പിന്നെ ഞങ്ങൾ എല്ലാവരും നേരെ നിന്ന് ഞങ്ങൾ ഡാൻസ് കളിക്കാനല്ല ഗൈസ് നിൽക്കുന്നത്. ഞങ്ങൾ കൈ കൂപ്പി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു, പൂവുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരെ വിളിച്ച് ഗണപതിയെ പൂവി വെച്ചിട്ട് തൃപ്തി എഴുതാനായിരുന്നു. അത്രേ ഉള്ളായിരുന്നു. പിന്നെ ഡാൻസ് ഒന്നും ഞങ്ങളെ കഴിപ്പിച്ചില്ല. പിന്നെ കഴിക്കാനായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കയറിയത്. പിന്നെ കുറേ നേരം ചെയ്യണമായിരുന്നു. ഞങ്ങൾ ഇപ്പോഴത്തെ കുറേ നേരം ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനുണ്ട് കേട്ടോ ഗൈസ്. ഇവിടല്ല, ഏറ്റവും നടുക്കറ്റത്താണ്. കണ്ടോ ഗൈസ്, ഇവിടെ ഇരിപ്പുണ്ട് കണ്ട. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പമായിരുന്നു. പിന്നെ ചായ ഉണ്ട്. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ ചായ വാങ്ങിച്ചില്ല ഗൈസ്. പിന്നെ വെള്ളം മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. പിന്നെ കറി എന്താന്ന് വെച്ചാൽ ഗ്രീൻ പീസ് കറിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ 2 പ്രാവശ്യം വാങ്ങിച്ചു. 2 അപ്പവേ ഞാൻ കഴിക്കത്തുള്ളായിരുന്നു. അപ്പോൾ 2 അപ്പവേ ഞാൻ വാങ്ങിച്ചുള്ളൂ. പിന്നീട് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. പിന്നെ അലുവ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ പകുതി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് നീ കഴിച്ചോടിയെന്ന് പറഞ്ഞു. അപ്പം എത്രേ ഉള്ളൂ. പിന്നെ അതെല്ലാം ഓക്കെയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ ഞാൻ കാണാം. ടാറ്റാ ബൈ.